ബ്രൂസ് വില്ലിസ് ലോക സിനിമയിലെ എക്കാലത്തെയും വലിയ ആക്ഷൻ സൂപ്പർ സ്റ്റാറുകൾ ഒരാളാണ് ബ്രൂസ് വില്ലിസ്. 1955 മാർച്ച് 19 പശ്ചിമ ജർമ്മനിയിൽ ഡേവിഡ് വില്ലിസ് മാർലിൻ ദമ്പതികളുടെ മകനായാണ് ഇദ്ദേഹത്തിന്റെ ജനനം. 1957 ബ്രൂസ് വില്ലിസിന്റെ കുടുംബം USA ന്യൂ ജേഴ്സിയിലേക്ക് താമസം മാറി. 1973 പെൻസ് ലേഗാസ് എന്ന ഹൈസ്കൂളിൽ നിന്നും ബ്രൂസ് വില്ലിസ് ബിരുദം നേടി. ശേഷം ഒരു പവർ പ്ലാന്റിൽ അദ്ദേഹം സെക്യൂരിറ്റിയായി ജോലി അനുഷ്ഠിച്ചു. ഇതിനുശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. ഡൈ ഹാർഡ് ഫ്രാഞ്ചൈസിലെ സിനിമകൾ പൾപ്പ് ഫിക്ഷൻ, 12 Monkeys, സിക്സ്ത് സെൻസ്, ദ ഫിഫ്ത് എലിമെന്റ്, അൺബ്രേക്കബിൾ, ലൂപ്പർ തുടങ്ങിയവയാണ് ബ്രൂസ് വില്ലിസിന്റെ മറ്റു പ്രധാന സിനിമകൾ. ഹോളിവുഡിലെ മുൻനിര നായികമാരിൽ ഒരാളായ ഡെമി മൂറാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ. ആയിരത്തി 1979 റോഡറിക് തോർപ്പ് എന്ന അമേരിക്കൻ നോവലിസ്റ്റ് എഴുതിയ നത്തിങ് ലാസ്റ്റസ് ഫോർ എവർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ജെഫ് സ്റ്റുവർട്ടും സ്റ്റീവൻ ഇ ഡിസൂസയും ചേർന്ന് തിരക്കഥ എഴുതി ജോൺ മക്ടിയർനാൻ സംവിധാനം ചെയ്ത് ബ്രൂസ് വില്ലിസ് നായകനായി 20th സെഞ്ചുറി ഫോക്സ് വിതരണത്തിനെത്തിച്ച് 1988 ജൂലൈ 15 റിലീസായ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഡൈ ഹാർഡ്. അലൻ റിക്മാൻ, അലക്സാണ്ടർ ഗോഡിനോവ്, ബോണി ബെഡലിയ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ജാൻ ഡി ബോണ്ട് ആണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. മൈക്കിൾ കാമനാണ് ചിത്രത്തിന് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡൈ ഹാർഡ് എന്ന ചിത്രത്തിലേക്ക് വരുമ്പോൾ ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആദ്യം ഉദ്ദേശിച്ചത് സാഷാൽ അർണോൾഡിനെയായിരുന്നു. എന്നാൽ അർണോൾഡ് ആ വേഷം വേണ്ടാന്ന് വെക്കുകയായിരുന്നു. പിന്നീട് ആ വേഷം സിൽവസ്റ്റർ സ്റ്റാലോണിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ സിൽവസ്റ്റർ സ്റ്റാലോണും ആ വേഷം നിരസിച്ചു. പിന്നീടാണ് ചിത്രത്തിന് നായകവേഷം ചെയ്യാൻ ബ്രൂസ് വില്ലിസിനെ തീരുമാനിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റി പോലീസ് ഡിറ്റക്റ്റീവായ ജോൺ മക്ലെയ്ൻ എന്ന നായക കഥാപാത്രത്തെയാണ് ബ്രൂസ് വില്ലിസ് സിനിമയിൽ അവതരിപ്പിക്കുന്നത്. ഒരു ക്രിസ്മസ് തലേന്ന് രാത്രി ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു വലിയ ബിൽഡിംഗിൽ വെച്ച് നടക്കുന്ന പാർട്ടിയിൽ തന്റെ മുൻ ഭാര്യയെ കാണാനെത്തുന്ന ജോൺ മക്ലെയ്ൻ എന്ന കഥാപാത്രത്തിലൂടെയാണ് സിനിമയുടെ തുടക്കം. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ കുറെ തീവ്രവാദികൾ ആ ബിൽഡിങ്ങിനെ വളയുകയും അതിനെ അറ്റാക്ക് ചെയ്ത് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അതിലെ ജനങ്ങളെ ബന്ദികളാക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ തീവ്രവാദികളിൽ നിന്നും ബന്ദികളായ ജനങ്ങളെ രക്ഷിക്കാൻ ജോൺ മക്ലെയ്ൻ എന്ന നായക കഥാപാത്രം നടത്തുന്ന ഒറ്റയാൾ പോരാട്ടമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അലൻ റിക്മാനാണ് തീവ്രവാദികളുടെ നേതാവായ മെയിൻ വില്ലൻ ക്യാരക്ടറായ ഹാൻസ് ഗ്രൂബർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിലെ നായകവേഷം ചെയ്യാൻ 5 മില്യൺ ആണ് ബ്രൂസ് വില്ലിസ് പ്രതിഫലമായി വാങ്ങിച്ചത്. ബ്രൂസ് വില്ലിസിന് 5 മില്യൺ പ്രതിഫലം കൊടുത്തത് ഒരു മോശം നിക്ഷേപമായാണ് വ്യവസായത്തിലെ മറ്റു പ്രൊഫഷണലുകളായ ആളുകൾ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ വിജയത്തെപ്പറ്റി വലിയ പ്രതീക്ഷകളൊന്നും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കില്ലായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് 35 മില്യൺ ബഡ്ജറ്റ് നിർമ്മിച്ച ചിത്രം 141 മില്യൺ കളക്ഷൻ നേടി ആ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായി മാറി. ആ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 10ാമത്തെ സിനിമയായി ഡൈ ഹാർഡ് മാറി. ഡൈ ഹാർഡിന്റെ ഒരു വലിയ വിജയം ബ്രൂസ് വില്ലിസിനെ ഹോളിവുഡിലെ ഒരു മുൻനിര താരമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഡൈ ഹാർഡ് ആദ്യ ഭാഗത്തിന്റെ വിജയം പിന്നീട് ഈ സീരീസിൽ 4 സിനിമകൾ കൂടി പുറത്തിറങ്ങുന്നതിന് കാരണമായി. ഡൈ ഹാർഡ് എന്ന സിനിമ പല കോമിക് പുസ്തകങ്ങൾക്കും പല വീഡിയോ ഗെയിമുകൾക്കും പ്രചോദനമായി. ലൈബ്രറി ഓഫ് കോൺഗ്രസ് ചിത്രത്തിന്റെ സാംസ്കാരികപരമായും ചരിത്രപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് 2017 നാഷണൽ ഫിലിം രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി. 1988 സിനിമകളിൽ ബെസ്റ്റ് ഫിലിം എഡിറ്റിംഗ്, ബെസ്റ്റ് സൗണ്ട് എഫക്ട്സ്, ബെസ്റ്റ് സൗണ്ട് എഫക്ട് എഡിറ്റിംഗ്, ബെസ്റ്റ് സൗണ്ട് എന്നിവയുൾപ്പെടെ 4 ഓസ്കാർ നോമിനേഷനുകൾ ചിത്രത്തിന് ലഭിച്ചു. ഇന്നും
ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ആക്ഷൻ സിനിമകളുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ടോപ്പ് 1 നിൽക്കുന്ന സിനിമയാണ് ഡൈ ഹാർഡ്. ലോക സിനിമയിലെ തന്നെ എക്കാലത്തെയും മികച്ച ആക്ഷൻ സിനിമയായി ഡൈ ഹാർഡ് ഇന്നും തുടരുന്നു.